ഹലോ എവ്രി വൺ ആൻഡ് വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് യൂസേജസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കൊന്ന് നോക്കിയാലോ. ഫസ്റ്റ് വൺ ഈസ് ഹൗ ടു സ്റ്റേ അവേ ഫ്രം ബാഡ് പീപ്പിൾ. മോശം ആളുകളിൽ നിന്ന് എങ്ങനെ അകന്നു നിൽക്കാം. നെക്സ്റ്റ്, അവൻ ദേഷ്യപ്പെടുമെന്നാ തോന്നുന്നേ. ഹി വിൽ ഗെറ്റ് ആംഗ്രി ഐ ഗെസ്. എനിക്കും ഈ പ്രശ്നം ഉണ്ടാവാറുണ്ടായിരുന്നു. ഐ യൂസ്ഡ് ടു ഹാവ് ദ സെയിം പ്രോബ്ലം. നമുക്ക് പണ്ട് ഉണ്ടാവാറുണ്ടായിരുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ഈ ഒരു സംഭവം യൂസ് ചെയ്യാം. യൂസ്ഡ് ടു ഹാവ്. നെക്സ്റ്റ്, ഹാവ് യു എവർ കം അക്രോസ് എനി ബാഡ് സിറ്റുവേഷൻ ആസ് വെൽ. നിങ്ങൾ എപ്പോഴെങ്കിലും മോശമായ സാഹചര്യത്തിലൂടെ പോയിട്ടുണ്ടോ ഇതുപോലെ? നീ എനിക്കും വളരെ നല്ലവനാണ്. യു ആർ വെരി ഗുഡ് ടു മീ ടു. അത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തതല്ല. ഇറ്റ്സ് നോട്ട് പ്രീ പ്ലാൻഡ്. ആസൂത്രണം മീൻസ് തീരുമാനിച്ചതല്ല. എൻ്റെ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വാട്ട് ഷുഡ് ഐ ഡു ടു ബ്രഷ് അപ്പ് മൈ ഇംഗ്ലീഷ്? അറ്റ്ലീസ്റ്റ് ലെറ്റ് മീ ഹാവ് മൈ ടീ ഇൻ പീസ്. ഞാനൊന്ന് സ്വസ്ഥതയോടെ ചായ കുടിച്ചോട്ടെ എന്നാണ് കേട്ടോ ഈ ഒരു യൂസേജിൻ്റെ അർത്ഥം. ഞാൻ സമാധാനത്തോടെ ചായ കുടിക്കട്ടെ എന്നാണ് ഇവിടെ എഴുതിയത്. പക്ഷെ നമുക്ക് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. വാട്ട് ഇഫ് യു ഹാഡ് ടു സ്പീക്ക് ഇംഗ്ലീഷ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കേണ്ടി വന്നാലോ? വാട്ട് ഇഫ് യു ഹാഡ് ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഐ എം ബ്യൂട്ടിഫുൾ ഇൻ മൈ ഓൺ ഐ. എൻ്റെ കണ്ണിൽ ഞാൻ സുന്ദരിയാണ്. ഇറ്റ്സ് വെരി ഹോട്ട് ടു ദ ടച്ച്. ഇത് തൊട്ടപ്പോൾ ഭയങ്കര ചൂടാണ് എന്നതാട്ടോ അർത്ഥം വരുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ യു ലേൺ. ഇതെല്ലാം നിങ്ങൾ പഠിക്കുന്നതിനനുസരിച്ചിരിക്കും. ഐ കാൺട്ട് ബിലീവ് ഇറ്റ്. എനിക്കത് വിശ്വസിക്കാനാവുന്നില്ല. നെക്സ്റ്റ് വൺ, ഞാൻ അത് ചെയ്തു. ഐ ഡിഡ് ഇറ്റ്. നമ്മൾ എന്തെങ്കിലും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു യൂസേജ് നമുക്കവിടെ യൂസ് ചെയ്യാം. നെക്സ്റ്റ്, നോട്ട് ലൈക്ക് ദാറ്റ്. അതങ്ങനെയല്ല. നെക്സ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ ലെറ്റ്സ് ഗോ ഹോം. നമുക്ക് വീട്ടിലേക്ക് പോകാം. അതുപോലെ തന്നെ ഉള്ള മറ്റൊരു ചെറിയ യൂസേജാണ് സിറ്റ് ഹിയർ. ഇവിടെ ഇരിക്കൂ. നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഐ വോണ്ട് ട്രബിൾ യു. ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. നെക്സ്റ്റ് വൺ ഈസ് ഡോണ്ട് ബി അഫ്രൈഡ്. പേടിക്കണ്ട. നെക്സ്റ്റ് വൺ, സീ യു ലേറ്റർ. പിന്നെ കാണാം. വാട്ട് ഹാപ്പൻ ടു മീ. എനിക്ക് എന്താണ് സംഭവിച്ചത്? നെക്സ്റ്റ് വൺ, അറ്റ് എനി കോസ്റ്റ്. എന്ത് വില കൊടുത്തും ഞാനത് വാങ്ങും എന്നൊക്കെ പറയില്ലേ, അവിടെ നമുക്ക് ഈ ഒരു യൂസേജ് യൂസ് ചെയ്യാം. നെക്സ്റ്റ്, ഐ ഡിഡ്ന്റ് നോ. എനിക്കറിയില്ലായിരുന്നു. മൈ റൂം ഇൻ എ മെസ്. എൻ്റെ റൂം അലങ്കോലമായി കിടക്കുകയാണ്. ദെൻ, ഓൺ മൈ വേ ഹോം. എൻ്റെ വീട്ടിലേക്കുള്ള വഴിയിൽ. വേ ബാക്ക് ഹോം. വീട്ടിൽ നിന്നും തിരിച്ചു വരുന്ന വഴി. ഹൗ ക്യാൻ വി അഷ്വർ. നമുക്കെങ്ങനെ ഉറപ്പിക്കാം. നെക്സ്റ്റ്, വിൽ ബി ലിവിങ് അറ്റ് 5. ഞങ്ങൾ 5 മണിക്ക് പുറപ്പെടും. ലാസ്റ്റ് വൺ ഈസ് കീപ് പ്രാക്ടീസിങ്. പരിശീലിച്ചു കൊണ്ടിരിക്കുക. ഡോണ്ട് ബി അഫ്രൈഡ്. പേടിക്കേണ്ട. സെക്കൻഡ് വൺ, യു ഓൾവേസ് ഡു ദ സെയിം തിങ്. നിങ്ങൾ എപ്പോഴും ഇത് തന്നെയാണ് ചെയ്യാറ്. നിങ്ങൾ കുട്ടികളെ കളിപ്പിക്കണം അല്ലെങ്കിൽ കുട്ടികളെ ബിസി ആക്കണം എന്നൊക്കെ നമ്മൾ പറയില്ലേ കുട്ടികളോട്. ചെറിയ കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയെ കളിപ്പിക്കണം എന്നൊക്കെ പറയില്ലേ. അതിന് പകരം നമുക്ക് യൂസ് ചെയ്യാം യു നീഡ് ടു മേക്ക് ചിൽഡ്രൻ ബിസി. നെക്സ്റ്റ് വൺ ഈസ് ക്യാൻ യു ബൈ ഫുഡ് ഫോർ ഓൾ ഓഫ് അസ്. ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഫുഡ് വാങ്ങുമോ? അതുപോലെ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം, ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമോ? ക്യാൻ യു ബുക്ക് ട്രെയിൻ ടിക്കറ്റ്സ് ഫോർ ഓൾ ഓഫ് അസ്. ഐ എം നോട്ട് ഗെറ്റിംഗ് ദ ലിപ്സ്റ്റിക്ക്. എൻ്റെ ലിപ്സ്റ്റിക്ക് കാണുന്നില്ല അല്ലെങ്കിൽ എൻ്റെ ലിപ്സ്റ്റിക്ക് തിരഞ്ഞിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ലിപ്സ്റ്റിക്കിന് പകരം വേറെയും സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഐ ഡോണ്ട് നോ വെർ ഐ ഹാവ് കെപ്റ്റ് ഇറ്റ്. എവിടെയാണ് അത് സൂക്ഷിച്ചതെന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ എനിക്ക് ഓർമ്മയില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഐ ഡോണ്ട് നോ വെർ ഐ ഹാവ് കെപ്റ്റ് ഇറ്റ്.
നെക്സ്റ്റ് വൺ, ഞാൻ നാളെ ഇവിടെ ഉണ്ടാവില്ല. ഐ വോണ്ട് ബി ഹിയർ ടുമറോ. നമുക്ക് പടികൾ ഇറങ്ങാം, നമുക്ക് സ്റ്റെയർ കേസ് ഇറങ്ങാം. ലെറ്റ്സ് ഗോ ഡൗൺ ദ സ്റ്റെയർസ്. നെക്സ്റ്റ് നമുക്ക് പറയാം, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയപ്പോൾ നമുക്ക് ആ സ്ഥലം ഇഷ്ടമായി, അല്ലെങ്കിൽ ഒരു റിലീജിയസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സംഭവം നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. ഐ ആം റിയലി ബ്ലെസ്ഡ് ടു ബി ഹിയർ. ഇവിടെ വന്നതിൽ ഞാൻ ഭയങ്കര അനുഗ്രഹീതയാണ്, അല്ലെങ്കിൽ ഭയങ്കര സന്തോഷമാണെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് അതിന് പകരം നമുക്ക് ഈ ഒരു സെൻറ്റൻസ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് സെൻറ്റൻസ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യാറുള്ളതാണ്. നിന്നെ അവന് വിളിക്കുന്നു, നിന്നെ അമ്മ വിളിക്കുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു യൂസേജാണ് മോം ഈസ് കോളിങ് യു. നെക്സ്റ്റ് വൺ, ഐ ആം ഓൾസോ ബ്യൂട്ടിഫുൾ. ഇറ്റ്സ് നോട്ട് അബൌട്ട് യു. ഞാനും സുന്ദരിയാണ്, നീ മാത്രമല്ല എന്നതിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം ഈ ഒരു സെൻറ്റൻസ്. നെക്സ്റ്റ്, യു ഷുഡ് ബി വെരി കെയർഫുൾ. നീ സൂക്ഷിക്കണം. നെക്സ്റ്റ് വൺ, നദിയുടെ ഒഴുക്ക് എത്ര വേഗത്തിലാണ്. അതായത് എന്തൊരു വേഗത്തിലാണ് ഈ നദി ഒഴുകുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹൗ മച്ച് ഫാസ്റ്റർ ഫ്ലോ ഓഫ് ദ റിവർ. അവൾ ഇന്ന് വരില്ല എന്ന് നിന്നോട് അവൾ പറഞ്ഞതല്ലേ. ഈ ഒരു യൂസേജ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നൊരു യൂസേജാണ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിഡ് ഷീ ടെൽ യു ഷീ വുഡ്ന്റ് കം ടുഡേ. നെക്സ്റ്റ് യൂസേജാണ്, എനിക്കറിയില്ലായിരുന്നു അവൻ എൻ്റെ കാറ് കഴുകുമെന്ന്. ഐ ഡിഡ്ന്റ് നോ ഹീ വുഡ് വാഷ് യുവർ കാർ. ഐ ഡിഡ്ന്റ് നോ ഹീ വുഡ് വാഷ് യുവർ കാർ. ഞാൻ നാളെ വരും എന്ന് അവളോട് പറഞ്ഞിട്ടുണ്ട്. ഐ ടോൾഡ് ഹെർ ഐ വുഡ് കം ടുമറോ. ഐ ടോൾഡ് ഹെർ ഐ വുഡ് കം ടുമറോ. ഇന്ന് അവൾ വീട്ടിൽ പോകുന്നാ പറഞ്ഞത്. ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് ഗോ ഹോം ടുഡേ. ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് ഗോ ഹോം ടുഡേ. എനിക്കൊന്നും കൊണ്ടുവരുമെന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടില്ല. ഹീ നെവർ ടോൾഡ് മീ ഹീ വുഡ് ബ്രിങ് മീ എനിത്തിങ്. അമ്മ ഇന്ന് എന്നെ കോൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മം സെഡ് ഷീ വുഡ് കോൾ മീ ടുഡേ. അച്ഛൻ ഇന്ന് മിഠായി കൊണ്ടുവരുമെന്ന് പറഞ്ഞില്ലല്ലോ. ഡിഡ്ന്റ് ഡാഡ് സേ ഹി വുഡ് ബ്രിങ് കാൻഡി ടുഡേ. അവൾ പറഞ്ഞു കുറച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ലേണിംഗ് ഭയങ്കര ബോറിംഗ് ആകുമെന്ന്. ഷീ സെഡ് ദാറ്റ് ആഫ്റ്റർ എ വൈൽ ലേണിംഗ് ഇംഗ്ലീഷ് വുഡ് ബിക്കം ടെറിബിളി ബോറിംഗ്. ഇതിൽ പറയുന്ന ഈ യൂസേജസ് ഒക്കെ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യാറുള്ളതാണ്. അതുകൊണ്ട് ഒന്ന് റിപ്പീറ്റഡ്ലി ഇതൊന്ന് കണ്ടു നോക്കുക, എന്നിട്ട് ഒന്ന് ബൈ ഹാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്.